ഹലോ എവ്രിവൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ അതിനെ ക്രഷ് എന്നോ വൺ സൈഡ് ലവ് എന്നോ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അങ്ങനെയുള്ളവർക്കും അതേപോലെ തന്നെ ഇപ്പം ഓൺ ആൻഡ് ഓഫ് കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും റിലേഷൻഷിപ്പില്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങും കൂടിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നല്ല രീതിക്കൊന്ന് ഡീപ് ബ്രീത്ത് എടുത്തതിന് ശേഷം ആ പേഴ്സന്റെ പേര് അല്ലെങ്കിൽ ആ മുഖം ഒന്ന് വിചാരിച്ചതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്. ഒരു 70 to 80% ആയിരിക്കും നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് വരാം. ഓക്കെ. ആസ് യൂഷ്വൽ നമ്മൾ 5 കാർഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും നല്ലൊരു ഡീപ് ബ്രീത്ത് എടുത്തതിന് ശേഷം പേഴ്സണെ മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കും കേട്ടോ. അപ്പൊ ആദ്യമേ തന്നെ ഈ വീഡിയോ കാണുന്നതിൽ ഒരു 70% ആൾക്കാർക്കും ഇത് വളരെ നല്ലൊരു റീഡിംഗ് ആയിരിക്കും. അതായത് പോസിറ്റീവ് വൈബ്രേഷൻ ആണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ ഇപ്പൊ ആരെയാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു തരത്തിൽ ഇതൊരു ടിൻ ഫ്ലെയിം ജേണിയാണെന്ന് കൂടി പറയാം. കാരണം ആദ്യം നിങ്ങൾ അവരെ നോക്കി ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ ലൈഫിലോട്ട് അവർ വരികയാണ് ചെയ്യുന്നത്. കുറച്ച് നാള് നല്ല രീതിക്ക് റിലേഷൻഷിപ്പ് പോയതിനു ശേഷം നിങ്ങളുടെ പിന്നാലെ പിന്നീട് അവരാണ് വരാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ പറയുമല്ലോ ടിൻ ഫ്ലെയിം ജേണി ആയിരിക്കുമ്പോൾ ഫസ്റ്റ് ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന. അപ്പൊ അതിൽ നിന്ന് ഫുൾ ഓഫ് ഇമോഷൻസ് ആണ് പേഴ്സൺ നിങ്ങൾ രണ്ടുപേർക്കും കാണുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്ട്രെങ്ത് കാർഡിന്റെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് പഠിച്ചതിന് ശേഷമാണ് ഈ റിലേഷൻഷിപ്പിൽ സക്സസ്ഫുൾ ആവുക എന്നാണ് കാണുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേര് ഈ പേഴ്സൺ എന്ന് പറഞ്ഞ അവരുടെ മനസ്സിൽ ഇപ്പൊ കൊണ്ടു നടക്കുന്ന പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു കാർമിക് കണക്ഷൻ ആണ്. ബെറ്റർ ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ആ പേഴ്സണെ നിങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം നല്ല രീതിക്ക് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ ആയിട്ടുള്ള ഒരു ലൈഫ്. പക്ഷെ അതൊരു കാർമിക് കണക്ഷന്റെ ഒരു വൈബ്രേഷനോട് കൂടിയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പം ട്വിൻ ഫ്ലെയിം ജേണി പോലെ വന്നാലും അതേപോലെ കാർമിക് കണക്ഷൻ വന്നാലും ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് സെൽഫ് ലവ് ആണ്, സെൽഫ് ഹീലിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പല ഉത്തരങ്ങളും, അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഉത്തരങ്ങള് ഇന്റേണലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നല്ല രീതിക്ക് മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ നല്ല രീതിക്ക് പ്രാർത്ഥിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഒരു സപ്പോർട്ടാണ്. അപ്പൊ അതിനുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നാണ് ലഭിക്കുക. നിങ്ങൾ നന്നായിട്ട് യൂണിവേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കൂ കേട്ടോ. എന്തായാലും സപ്പോർട്ട് കിട്ടും. അപ്പൊ ഇന്നത്തെ റീഡിംഗ് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് അറിയിക്കൂ കേട്ടോ. അപ്പൊ താങ്ക് യു.